ഇല്ല അച്ഛാ, ഒന്നുമില്ല. എന്നുണ്ടെങ്കിലോ എല്ലാം മേലിക്കും മേലെയാ. അതിൻ്റെ ഇടയിൽ കൂടെ കസ്റ്റമർ പറഞ്ഞ കേക്ക് ചെയ്യാൻ മറക്കും കൂടി ചെയ്താലോ പറയും വേണ്ട. അങ്ങനെ കുറച്ച് ഇടങ്ങേറ് പിടിച്ച ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. വൈകുന്നേരത്തേക്ക് കേക്കും കുറച്ച് കപ്പ് കേക്കും കസ്റ്റമർ 3 ദിവസം മുന്നേ ഓർഡർ ആക്കിയതായിരുന്നു. ഇന്ന് ശനിയാഴ്ച എന്നുള്ള കാര്യം ഞാനങ്ങോട്ട് മറന്നു. എന്നാലും ആ ടൈമിലേക്ക് എല്ലാം ഒപ്പിച്ചു കേട്ടോ. കാണുന്നവർക്ക് ഇത് സിമ്പിൾ പരിപാടിയാണ്, പക്ഷേ എല്ലാം കൂടി ഒരുമിച്ചാകുമ്പോൾ നല്ല റിസ്ക്കാണ്. ബേക്കിങ്ങും പർച്ചേസിങ്ങും ഡെലിവറിയും എല്ലാം കൂടി ആകുമ്പോൾ നമ്മൾ തരിപ്പണാവും. മരുവ് വാങ്ങിക്കൊടുത്തപ്പോഴേക്കും ഞാൻ തളർവാദം പിടിച്ച കോഴിയെ പോലെ ആയിട്ടോ. ഇമ്മക്ക് ഏറെക്കുറെ കാര്യം മനസ്സിലായോണ്ട് തോന്നുന്നു ഉപ്പും മുളക് എടുത്തിട്ട് വന്നു. അതിൻ്റെ എഫക്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. നാളേക്ക് ഹാമ്പേഴ്സ് ചെയ്ത് കൊടുക്കാനുള്ളതുകൊണ്ട് പർച്ചേസിങ് കുറച്ച് അധികം ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് വീടണഞ്ഞപ്പോൾ രാത്രി 8 മണിയായി. ഇന്നിപ്പോൾ ചുരുങ്ങിയത് ഒരു 6-7 തവണയെങ്കിലും വണ്ടിയും കൊണ്ട് പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. പള്ളീൻ്റെ അവിടെ കുറച്ച് കാരണന്മാരിയ്ക്കാറുണ്ട്. ലുഹറും അസറും മരുവും എഷാവ് മാത്രം കിട്ടിയില്ല. ആ സമയമാകുമ്പോഴേക്കും ഞാൻ വീട്ടിലെത്തി. ഈ 3 നേരം ഞാൻ വണ്ടിയും കൊണ്ട് ഡെലിവറിക്ക് പോവാ. അവരെന്നെ നോക്കി എന്തോ കാര്യമായി പറയുണ്ടായിരുന്നു. നിസ്കാരം കഴിഞ്ഞ് അവർക്ക് എന്തേലും ഒരു വിഷയം വേണ്ടേ സംസാരിക്കാൻ. ഇന്നത്തെ ചിന്താവിഷയം ഞാനായിരുന്നു കേട്ടോ. നാളത്തെ നീ ആരാവുക എന്തോ.